ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് എവ്രി വൺ. അനിയൻ്റെ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഡെയിലി ഓരോ പരിപാടികളാണ്. ഇന്ന് അവനെ കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിപ്പോൾ തിരുവരുവാണെങ്കിലും ഈ ഒരു റോഡാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. അതിൽ തന്നെ ഈ ഒരു പോർഷൻ വന്ന ആ വണ്ടി ഓടിച്ച് പോയതിനുള്ള ഒരു തൃപ്തി കിട്ടും. പരിപാടി എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആദ്യം ഒരു ചായ ഓടിച്ചിട്ട് തുടങ്ങാൻ എന്നുള്ള വാദക്കാരനാണ് ഞാൻ. എന്നാലും പരിപാടി ചെയ്യുമ്പോൾ ഒരു ഉഷാറ് കിട്ടും. വീട്ടിൽ നിന്ന് എത്ര തന്നെ ചായ ഉണ്ടാക്കി കുടിച്ചാലും ഈ കടയിൽ നിന്ന് അടിച്ചുണ്ടാക്കി കിട്ടുന്ന ചായന്റെ സുഖം അതൊരു വേറെ ഫീൽ തന്നെയാണ്. ആ ചായ കുടിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ അവിടെ ഒരു പയ്യനെ കണ്ടത്. അങ്ങനെ നമ്മൾ ചായ കുടിച്ച് നേരെ പോയി ഡ്രസ്സ് എടുക്കാം. ഡ്രസ്സ് റൂമിലെത്തി അവനോട് പറഞ്ഞു ഗ്രൂമിൽ കയറിയപ്പോൾ അവൻ പറയും ഇത് റൂമല്ലേ. അങ്ങനെ ആ റൂമിൽ കയറിയപ്പോൾ എനിക്ക് അവൻ ആ കൺഫ്യൂഷനായി. അങ്ങനെ സ്റ്റൈലർ എടുത്ത് തന്നെ ഏതൊക്കെയോ കളർ ഡ്രസ്സുകൾ ഇട്ട് നോക്കി. ഇനി എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. ഒരുപാട് ട്രൈ ചെയ്തതിനു ശേഷം നമ്മൾ സെലക്ട് ചെയ്താണ് ഒരു ബ്ലാക്ക് പാൻറ്റും ഒരു സ്കൈ ബ്ലൂ ഷർട്ടും. അങ്ങനെ അതിന്റെ ബില്ലെടുത്ത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയി അതിന്റെ ബില്ലടച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് അനിയൻ പറഞ്ഞത് അവൻ്റെ പാൻറ് വെക്കുന്നില്ല, അവനൊരു ബെൽറ്റ് വേണം. അവനെ ബെൽറ്റ് മേടിക്കാൻ വേണ്ടി നമ്മൾ നേരെ തിരൂർ മാർക്കറ്റിൽ പോയി. തിരൂർ മാർക്കറ്റിൽ നിന്ന് അവനൊരു ബെൽറ്റ് മേടിച്ചു. കൂട്ടത്തിൽ എനിക്കും ഒരു ബെൽറ്റ് വാങ്ങി. അപ്പോൾ ഒരു മഴ പെയ്ത് കയറിക്കും അനിയൻ പറഞ്ഞു അവനൊരു സൈഡ് ബാഗ് വേണമെന്ന്. സൈഡ് ബാഗ് വാങ്ങിക്കൊടുത്ത് അവൻ പറഞ്ഞു അവന് ട്രോളി ബാഗ് വേണമെന്ന്. അവൻ ട്രോളി ബാഗ് വാങ്ങിക്കൊടുത്തപ്പോഴാണ് ഞാൻ ഈ പയ്യനെ ശ്രദ്ധിച്ചത്. ഹീസ് സച്ച് എ ഗുഡ് സെയിൽസ്മാൻ. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇവൻ ഇത്ര ഉഷാറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം ഡാം ഷുവർ അവൻ ഒരു നിലയിലെത്തും. അങ്ങനെ അവിടെ നമ്മൾ വാങ്ങിയ സാധനങ്ങളെല്ലാം കൂടെ ആ ട്രോളിയിൽ വെച്ച് നമ്മൾ നേരെ പോയി അവന് കുറച്ച് പൂ മേടിക്കാൻ. അവന് നാളെ അവൻ്റെ പെണ്ണിന് കൊടുക്കണ്ടേ. അങ്ങനെ അവിടുന്ന് ഞാൻ നല്ല നല്ല പൂവുകളൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. അവന് റോസാപ്പൂവിന് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതിലേതിലും നല്ല അടിപൊളി പൂവായിരിക്കും വാങ്ങാമെന്ന്. അങ്ങനെ നോക്കിയപ്പോഴാണ് അവൻ പറഞ്ഞത് ഈ ചെറിയ പൂവാണ് മേടിക്കാനുള്ളതെന്ന്. വൈ ഷുഡ് ദിസ് വൺ? അങ്ങനെ അവസാനം ഈ കാക്കൻ്റെ 2 കിടിലൻ അടിപൊളി ചായം കുടിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ടാറ്റാ.